എക്സ്പേർട്ട്. ഹായ് ബ്രോ. എന്റെ പൊന്നോ. സോ അപ്പം നമ്മൾ ട്രാക്കിൽ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ട്രാക്ക് തൂക്കുന്ന 2 ചൂലേക്ക് വെച്ച ഒരാൾ നിൽപ്പുണ്ട് ഇവിടെ. Yo, what is up, signing on? Welcome back to my channel. It's me, Basit Veer. ബാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. ഹേ ഗായ്സ്, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വണ്ടി കൊണ്ടൊന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്താ പറയുക, റോഡൊക്കെ നല്ല തിരക്കിലാണ് കേട്ടോ. മുമ്പൊക്കെ നമ്മൾ ന്യൂസിലായിരുന്നാലും കാണുന്നത് റോഡിലൊന്നും ആരും ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം നല്ല റഷായിട്ടാണ് റോഡ് മൊത്തം കിടക്കുന്നത്. അപ്പം ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് വരുന്നുണ്ട്. എറണാകുളക്കാരനാണ്, ചാലക്കുടിക്കാരനാണ്. എനിക്കൊന്ന് കുറച്ച് പേർക്ക് അറിയാമെന്ന്, ആൾട്രിൻ എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. അപ്പം റേസിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏത് ഇയറാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു സെക്കൻഡ് വിന്നറാണ്, നാഷണൽ ലെവൽ സെക്കൻഡ് വിന്നറാണ് റേസർ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു V3 ഇടയ്ക്ക് നമ്മുടെ ക്ലച്ച്ലെസ് എയറിൽ കയറിയ ഒരു V3 ഉണ്ടായിരുന്നു പുള്ളിക്ക്. അത് ആ പുള്ളിയുടെ V3 ആണ്. അപ്പം പുള്ളി ഇവിടെ നമ്മുടെ ഫൺപ്ലെക്സിൽ ട്രയൽ അടിക്കുന്നതിന് വേണ്ടി വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ഒന്ന് മീറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് ആണ് കേട്ടോ. ഇതുവരെ കണ്ടിട്ടുള്ള പുള്ളിയെ ഇൻസ്റ്റയായിരുന്നാലും ക്ലബ് ഹൗസ് വഴിയുള്ള ഒരു കമ്പനിയെ മാത്രമായിരുന്നു. മഴക്കോളുണ്ട് കേട്ടോ. അപ്പം പുള്ളി ഇന്ന് നേരിട്ട് കാണണം. അപ്പം പുള്ളിയുടെ അവിടുത്തെ ട്രയൽ പരീക്ഷണങ്ങളെല്ലാം നമുക്കൊന്ന് വീക്ഷിക്കണം. അതൊക്കെയായിരിക്കും ഇന്നത്തെ വീഡിയോ. സോ ഫുള്ളി ഇരുന്ന് കാണുക. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനല് പുതിയ ലോഗോയും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ പുതിയ ഇൻട്രോയും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രോയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി ഒന്ന് കണ്ടേച്ച് പോകാം കേട്ടോ. ഓക്കെ, ഞങ്ങ പോണേട്ടാ ഇത് എവിടെ നോക്കിയാലും പേലുകളാണല്ലോ അവിടെ ചൂന്. ഒരു സമാധാനമില്ല ഓട്ടിക്ക്. എങ്ങാണം കൈയാണിച്ചാൽ പൊല്യൂഷൻ ചോദിച്ചാൽ തീർന്നില്ലേ. ആരാ നല്ല ചെക്കിംഗ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയുടെയൊക്കെ പൊല്യൂഷൻ എല്ലായിരുന്നാലും പെട്ടെന്ന് കഴിയുന്നൊരു സെറ്റപ്പാണ്. അപ്പം വീട്ടിലിരുന്നപ്പോൾ തന്നെ ഇതെല്ലാം തീർന്നു കാണുന്നത്. അപ്പം ഈ കൈ അണിക്കുന്ന പോലീസുകാർ പൊല്യൂഷനാണ് ഇപ്പോൾ ആദ്യം ചോദിക്കുന്നത്. കാരണം അത് തീരുമെന്ന് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ പേപ്പറും ക്ലിയർ അല്ല, പൊല്യൂഷൻ എൻ്റെ കയ്യിലില്ല. അപ്പം എന്നെ ഇതുവരെ കൈ കാണിച്ചില്ല. പക്ഷെ അവിടെ മൊത്തം എന്താ പറയുക, പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൈ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഒരു 500 രൂപയോടുള്ള ഒരു വകുപ്പായനും. ഓക്കെ ഗൈസ്, ഭാഷയൊക്കെ പറയണമെന്ന് വെച്ചാൽ ഈ കിടക്കണം പ്രോപ്പർട്ടി നമുക്ക് ബ്ലോ ചെയ്ത് സെറ്റാകുമ്പോൾ മേടിക്കണമെന്നാണ് പറയുന്നത്. മേടിച്ചിട്ട് നമുക്ക് ലുലു മാളിനെക്കാളും വലുത് പണിയണം അല്ലേ? എന്തിനു പറയണ റിസോർട്ട്? ഓക്കെ റിസോർട്ട് പണിയാം പൊളിക്കും. ഈ കായലിലാണോ കിട്ടാൻ പറഞ്ഞത്? കണ്ട നിന്റെ മനസ്സ്. ഒരു മഴ പെയ്താൽ നമ്മുടെ റിസോർട്ട് വെള്ളത്തിൽ മുങ്ങൂലടാ. അതും ഒരു ബിസിനസ്. ഓക്കെ, ഫ്ലോട്ടിംഗ് ആണ് കേട്ടോ ഗൈസ്. ഫ്ലോട്ടിംഗ് റിസോർട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത്. ആ ഒരു പ്ലെയിനൊക്കെ ഇരിക്കണം, ഇന്ത്യൻ എയർഫോഴ്സ്. ഇത് അപ്പുറത്തൊരു പ്ലെയിൻ കിടക്കുന്നു. ഇതോ അടിപൊളി. ഇവിടെ എന്തൊക്കെയോ പരിപാടികളാണല്ലോ. എനിക്കിവിടെ എയർഫോഴ്സിൻ്റെ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഫൺപ്ലെക്സിൽ റീച്ച് ആയിരിക്കണം. എൻ്റെ പൊന്നോ, അടി ഇടിക്കോ.
ആൾറെഡി ഇവിടെ വന്നില്ലേ? അവൻ പോയാ? വിളിച്ചു നോക്ക്. വണ്ടിയും കാണാനില്ല. ഓ വൈഡ് ഇവിടെ ഇല്ല. ഹായ് ബ്രോ. ബാസിത്ത്. അങ്ങനെ നമ്മൾ നമ്മുടെ പുള്ളിയൊക്കെ എത്തിയിരിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ശരത് ചണ്ടെന്ന് പറഞ്ഞിട്ട് അതല്ലേ? റെഡ് അല്ലേ? റെഡാണ്. റെഡ് ഇത് കഴിഞ്ഞായിരുന്നാ? പ്രാക്ടീസ് കഴിഞ്ഞായിരുന്നു? അത് ഇറങ്ങാൻ പോണുള്ളൂ. ഞങ്ങൾ താമസിച്ചെന്ന് പറഞ്ഞിരിക്കുക. ചേച്ചി ഒരു ഹായ് പറഞ്ഞോ. വേഗം ആവട്ടെ. എക്സ്പേർട്ട്. എല്ലാരും മാറി തിരിഞ്ഞ് പരീക്ഷിക്കാണ് കേട്ടോ. വിടില്ല. എല്ലാരും ഞാൻ ഒപ്പിയെടുക്കും. കുഴപ്പമില്ല, ഞാൻ മെൻഷൻ ചെയ്യാം ഇൻസ്റ്റഗ്രാം വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു ട്രാക്ക് നിങ്ങൾ നമ്മുടെ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പൂജയുടെ അനിയൻ ഷെഫിന് എല്ലാവരും കൂടെ ആയിട്ട് വന്ന് നമ്മളിവിടെ ഒരു ഗോകാർട്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റപ്പിന് ഈ സൈഡിൽ കൊടുത്തേക്ക് അല്ലെങ്കിൽ താഴത്ത് കൊടുത്തേക്കാൻ പോയി ജസ്റ്റ് ഒന്ന് കാണുക. ഇപ്പം ഇവിടെ നടക്കാൻ പോകുന്ന സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ അൾട്രനും അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിയും കൂടെ ഇവിടെ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ട്രാക്ക് വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ടോട്ടലൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഫൺഫ്ലെക്സിൻ്റെ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഗോകാർട്ടേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതൊരു ട്രൈ ആണ്. ഒളിച്ച് നിൽക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല വെയിലാണ് കേട്ടോ, നല്ല മൊട്ട വെയിലാണ്. നമ്മളിപ്പം ഫൺഫ്ലെക്സിൽ എത്തിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ചേച്ചിയുടെ വണ്ടിയാണ് കേട്ടോ, 390. അപ്പോൾ ഇതിൽ ഇന്ന് ഇറങ്ങുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്പറും കാര്യങ്ങളും രജിസ്ട്രേഷനെല്ലാം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്രിലയിലാണ്. അവിടെ ചൂലൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അപ്രിലയിലെ ചെക്കിങ് കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. കാരണം നമ്മൾ ട്രാക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ജസ്റ്റ് ട്രെയിലാണ്. ട്രാക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ എയറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വേണം നമുക്ക് ഇറക്കാം. അപ്പം ആൾട്ടൻ ഇവിടെ ഇരുന്നത് ആ എയറൊക്കെ അടിച്ച് തകർക്കുകയാണ്. ചോയ്സ് അപ്പോൾ നമ്മുടെ ഏട്ടൻ ഇവിടെ ട്രെയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് ആ എഡ്ജിലെത്തുമ്പോൾ പവർ ലിഫ്റ്റ് ആണുണ്ടല്ലോ ഈ സാധനം. അവിടെ ബ്രേക്കിന് ഇത്തിരി ശരിയാവാണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ല. പിന്നെ ഫുൾ ടൈം കോർണറിങ് ആയതുകൊണ്ട് പെട്ടെന്ന് വയ്യാണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ആൾട്ടറിന് ഇവിടെ അടിച്ച് പൊളിച്ച് എന്താ പറയുക ഒരു ട്രാക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഇവിടുത്തെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു നോക്കാം. അതിന് മുന്നേ നമ്മളെ കൂടെ ഒരു പുള്ളി നിൽപ്പുണ്ട്. ഹായ് പറഞ്ഞു ചേച്ചി. അപ്പം ഇതാരെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഒരു വുമൺ റേസറാണ്. ചേച്ചി പേര് പറഞ്ഞു? സിംകി. ഒരു വെറൈറ്റി പേരല്ലേ. അപ്പം ഏത് ഇയറിലാണ്, എന്തൊക്കെയാണ് അതൊന്നും പറയാൻ? 2018 ട്രാക്ക് എന്ന് വെച്ചാൽ റേസിന് 2018 ഇറങ്ങി തുടങ്ങി. 2018 ലൈസൻസ് എടുത്തു. അപ്പോൾ കേരളയിലെ ഫസ്റ്റ് സർക്യൂട്ട് റേസിംഗിൽ ലൈസൻസ് ഉള്ള ആളാണ്.
ശാന്തമായി പറയുന്നുണ്ടെങ്കിലും ട്രാക്കിലിറങ്ങിയ പുലിയാണ് കേട്ടോ, പുലിയാണ്. നാട്ടിൽ നമ്മളിവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ട്രാക്ക്? എങ്ങനെയുണ്ട് ട്രാക്ക്? നല്ല ടൈറ്ററാണ്. നമുക്ക് എന്താ പറയുക, സംഭവം ഗ്രിപ്പൊക്കെ കുഴപ്പമില്ല, നമുക്ക് ഓടിക്കാനുള്ള സെറ്റപ്പാണ്. കുറച്ച് പമ്പി ഉണ്ട്, അതും വലിയ സീനില്ല. പിന്നെ നല്ല ടൈറ്ററാണ്, പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ട്, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്താ പറയുക, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നല്ലൊരു ട്രാക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു സ്ലോ സ്പീഡിൽ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ സ്ലോ സ്പീഡിലുള്ള ക്രാഷ് എന്ന് പറഞ്ഞാലും അതിന് പ്രത്യേകിച്ച് വലിയ സീനൊന്നും ആവില്ല. അപ്പം അവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്താലും നമ്മൾ പതുക്കെയാണ് മിസ്റ്റേക്ക് ചെയ്യണേ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കി അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ട്രാക്കിൽ ഓടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ടയർ ഇരിക്കുന്നത് ഇച്ചിരി സീനാണ്. കാരണം നമ്മൾ അപ്പെക്സിൽ കാല് വയ്ക്കാനൊക്കെ വരും, അവിടെ നല്ല പൊക്കത്തിലിരിക്കുകയാണ്. അപ്പോൾ അത് തട്ടി ചിലപ്പോൾ സീനാവും, അതൊരു പേടിയുണ്ട് കാണുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓടിക്കാൻ. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ട്രാക്ക് വേറെ അങ്ങനെ ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടൊരു ചെയ്യണേ. ഓക്കെ ഇനിഷ്യേറ്റീവ് ആണ്, നല്ല അടിപൊളി സ്ഥലമാണ്. അതുപോലെ വേറൊരു എന്താ പറയുക, ഒരു അടിപൊളി സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും നമ്മുടെ ചാനലും അതിൻ്റെ ചാനലിലേക്കായിട്ട് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും വീഡിയോസൊക്കെ ഫുള്ള് കാണാൻ നോക്കുക. ഇടയ്ക്ക് എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വരും ഉടനെ തന്നെ. ചേച്ചി മിണ്ടാതെ നിൽക്കണം, ഒതുങ്ങി. എനിക്കൊന്നും പറയില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞ് തെറ്റിപ്പോന്നൊക്കെ പറഞ്ഞ് നിൽക്കണം കേട്ടോ ചേച്ചി. പോട്ടാ, ടാറ്റാ, കാണാം. ഓക്കെ ചേട്ടാ, ശരി. ഓ, ഞാൻ വിളിച്ചേക്കാം. അങ്ങനത്തെ. അപ്പം ശരി, നിങ്ങൾ ചോറ് കഴിക്കണല്ലേ? കഴിക്കാതുകൊണ്ട്. ഓ ചേച്ചി ടാറ്റ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പം അവിടെ നിന്ന് എടുക്കുക. തളർന്ന് ഏറെക്കുറെ. കാർത്തികേട്ടൻ്റെ അവിടെ പോയി പ്ലേ ബട്ടൺ നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ട് നിങ്ങളടുത്ത്. അപ്പോൾ വീണില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. തളർന്ന് വീണില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ. സോ അമ്പോ, പുള്ളി എല്ലാം പൊള്ളിയേ. അയ്യോ അടി ഇടിക്കുമോ എന്തോ. ഓക്കെ, അമ്പോ. അപ്പോൾ ഗൈസ്, നമ്മളെവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. വെള്ളം സർവത്രേ, തുള്ളി കുടിക്കാനില്ലത്രേ. ശാന്തസുന്ദരമീ കേരളം.
ഓ ഒരു രക്ഷയില്ല, അടിപൊളി കേട്ടോ. അമ്മ എന്നെ സീനറി നോക്കി, അവിടെ അത്രയും ബിൽഡിങ്ങും അതുപോലെ നമ്മുടെ ഈ സൈഡിൽ കാണുന്നില്ലേ ഗൈസ്, ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ലുലു മാളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ കാണുന്നത്. ഇന്നലെ അങ്ങനെ ഇവിടുത്തെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, ലുലു മാളിന് എഴുതിക്കണ അവിടെ ലോഗോ ഇവിടെ, ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് മാൾ. ഓ മൈ ഗോഡ്. ഓ കണ്ടോ, കണ്ണിറച്ച് കണ്ടോളൂ. ഇത് ഇവിടെ നിന്ന് തുടങ്ങിയാൽ തീരുന്നത് അങ്ങ് അറ്റത്താണ് കേട്ടോ. എൻ്റെ മോനെ, നോ രക്ഷ. ഓ എറണാകുളത്തേക്കാളും നല്ല എന്താ പറയുക, നല്ല വലുതെന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, നമ്മുടെ ലുലു മാള്. ട്രിവാൻഡ്രത്തെ ആക്കുളത്താണ് നമ്മുടെ ഈ ഒരു ലുലു മാള് വരുന്നത്. ഇത്രയും ലെങ്ത് ഉണ്ട്, ഒരു രക്ഷയില്ല. ഇത് ഓപ്പണായി കഴിഞ്ഞാൽ ഒരേ പുള്ളി എനിക്കാണ്. ഇത് അവരുടെ പാർക്കിംഗ് ഏരിയ ആയിരിക്കും ഈ വരുന്നത് കേട്ടോ. വണ്ടിയുടെ താക്കോല് പറഞ്ഞില്ല, ഞാൻ നിർത്താം. ആ സൈഡിലേക്ക് MVD. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓടി തളർന്ന അവശനായി ഇവിടെ ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുണ്ട്. ചേട്ടാ ഹായ് ചേട്ടാ, ഹായ് ചേട്ടാ. നമുക്ക് വേണ്ടിയിട്ട് സർബത്ത് ഉണ്ടാക്കാൻ കേട്ടോ. തന്നെ റാമ്പ് എവിടെ മോനെ? ഞങ്ങൾ സിംഗിളാ. അപ്പോൾ ഗൈസ് നമ്മുടെ അനാമിക എന്ന് പറഞ്ഞ നമ്മുടെ പാളയം പള്ളിയുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമ്മളിത് കുടിച്ചിട്ടില്ല കേട്ടോ. ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരു സ്റ്റെപ്പ് കുടിച്ചായിരുന്നു, നമ്മൾ കുടിക്കട്ടെ. അപ്പോൾ ഗൈസ് ഭയങ്കര വെയിലായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും. അടിപൊളി വെയിലെന്ന് വെച്ചാൽ നിന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു വെയിലും കാര്യങ്ങളായിരുന്നു. നാട്ടിന് തന്നെ നല്ലപോലെ തളർന്ന് അവിടെ കിടക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഈ ഒരു വീഡിയോയിലും. അപ്പോൾ എന്താ പറയുക, ആ ഒരു പരിപാടി ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ നാട്ടിൻ്റെ ചാനലിലും വരുന്നതാണ്. നാട്ടിൻ്റെ ചാനൽ ലിങ്കിനകത്ത് താഴ്ത്തു കൊടുത്തിട്ടുണ്ട്, പോയെന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
അപ്പോൾ guys, നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടനൊക്കെ ഗൈസ് ഈ വീഡിയോ പിടിച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയ സ്ഥലം പുതിയൊരാളെ മേഖലയായിരിക്കും. ഇറ്റ്സ് മീ ബാസിത് വെൽ സൈനിങ് ഓഫ്. ബൈ.